ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ 2020 ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 2 മുതൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങളിൽ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ടീമുകളെ നിശ്ചയിക്കാനുള്ള ലേലം വൈകാതെ ഉണ്ടാകുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 2020 കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെയാണ് തെരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 2 മുതൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഐക്കണിക് സ്പോർട്സ് ഹബിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങളിൽ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. എസ് പ്രിയദർശൻ, സോഹൻ റോയ്, സജാദ് സേഠ്, TS കലാധരൻ, സുഭാഷ് ജോർജ് മാനുവൽ, സഞ്ജു മുഹമ്മദ് എന്നിവർക്കാണ് ടീമുകളുടെ ഫ്രാഞ്ചൈസികൾ ലഭിച്ചത്. ടീമുകളുടെ പേരും മറ്റും പിന്നീട് തീരുമാനിക്കും. ടെൻഡർ നടപടിക്രമങ്ങളിലൂടെയാണ് 6 ടീമുകളുടെ ഉടമസ്ഥാവകാശം ലഭിച്ച ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തത്. ആകെ 13 പേരാണ് ഫ്രാഞ്ചൈസിക്കായി അപേക്ഷിച്ചിരുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച 7 പേരെ ഫൈനൽ ബിഡിങ്ങിനായി തിരഞ്ഞെടുത്തു. ഇതിൽ ഏറ്റവും കൂടിയ തുക കോട്ട് ചെയ്ത 6 പേർക്കാണ് ടീം ഫ്രാഞ്ചൈസി ലഭിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്, സെക്രട്ടറി വിനോദ് എസ് കുമാർ, ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ നാസർ മച്ചാൻ, അംഗം PJ നവാസ് എന്നിവർ ബിഡ് ഓപ്പണിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്